ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലയയുടെ ബർത്ത്ഡേ പാർട്ടി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ, ജുവൽ, പിന്നെ ഏവനുണ്ട്. ഏവൻ ഇവിടെ ചുപ്പാ ചിപ്സ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഉറക്കത്തിൽ എണീറ്റ് വിളിച്ചുണർത്തി റെഡിയാക്കി നിർത്തേണ്ട ഒരു മൂഷാട്ടേക്ക് ആളുടെ മുഖത്തുണ്ട്. പിന്നെ ഇന്നത്തെ ക്യാമറാമാൻ ഇച്ചാനാണ്. അപ്പൊ ക്യാമറയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളെ കൂടി നമ്മൾ പറയണം. അങ്ങനെ ഞങ്ങള് ലയയുടെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഗായ്സ്, ഇപ്പം മാമ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങനെ പോയി ഇറങ്ങി നേരെ നമ്മളിപ്പോ ലേയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ഗായ്സ്, അങ്ങനെ നമ്മള് കടവൂർ അമ്പലം എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ വെള്ളപ്പുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇതാണ് നല്ല തിരക്കാണ് ഇവിടെ. ഈ വഴി നമുക്ക് വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഇതാണ് നമ്മുടെ കടവൂർ അമ്പലം. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. നമുക്ക് തിരിച്ചു പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ട് പോവാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ധനിച്ചില്ല. 7 മണിക്കാണ് പാർട്ടി വന്നത്. ഇപ്പൊ തന്നെ 6:30 ആയിട്ടുണ്ട് സമയം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓടി ധനിച്ചിയുടെ വീട്ടിലെത്താം. ഗായ്സ്, നമ്മളങ്ങനെ ധനിച്ചിയുടെ വീടെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ കാണുന്നുണ്ടോ? 7 മണിയാവാൻ 10 മിനിറ്റ് ഉണ്ട് ഗൈസ്. 7 മണിയാവാൻ. അപ്പൊ നമ്മള് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. കടവൂര് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓടി പിടച്ചാണ് വന്നത്. അങ്ങനെ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് വലിയ ആളുകളൊന്നും വിളിക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഞാനും ജുവലും ഏവനും ഇച്ചാനും പിന്നെ സെല്ലാന്റിയും ആനിപ്പപ്പയും മാത്രം, പിന്നെ അപ്പച്ചനും ധനിച്ചിട്ട് അമ്മയച്ചൻ അവരും ഉള്ളെന്നാ മാത്രം പറഞ്ഞത്. ഇനിയിപ്പോ അറിയത്തില്ല അവിടെ ചെല്ലുമ്പോ ആരെ കാണും എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അതൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് നമുക്കറിയില്ല. ഏവനും ജുവലും കാറിൽ നിന്ന് ഇറങ്ങി ആദ്യമേ തന്നെ ഓടി അകത്ത് കയറിയിട്ടുണ്ട്. ലേയുടെ കോസ്റ്റ്യൂം ഒന്നും നമുക്ക് അറിയില്ല. നമ്മളെന്തായാലും അകത്ത് കയറിയിട്ട് ഗൈസ്, ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് അവിടെ റെഡിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോൾ ഒരു തിരി കത്തിച്ച് ഈശോയെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള സെലിബ്രേഷൻസ്. പിന്നെ ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ലയയുടെ കുറച്ച് ഡ്രോയിങ്സുകളാണ്. ലയ തന്നെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അവള് തന്നെ ഷിപ്പിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് ഗൈസ് കേക്ക്. സമയം ഇപ്പോൾ 6:51 ആയിട്ടുണ്ട്. കേക്കൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും നോക്കാം. നിങ്ങളിപ്പോ കണ്ട നിങ്ങൾ കേക്ക് മുറിക്കാൻ സമയം വെക്കണ്ടാതി. ഇതിനകത്ത് കേക്ക് ഉണ്ട്. നിങ്ങളിപ്പോ കാണണ്ട. നിങ്ങൾ പിന്നെ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോ കണ്ടാൽ മതി. പിന്നെ നമുക്കിത് ലെയ്യം നോക്കാം. ഇവിടെ മേക്കപ്പ് ആണ് ഗായ്സ്. ഇവിടെ മേക്കപ്പ്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ പോലെ ഞാനാണ് ഇന്ന് ലയെ ഒരുക്കുന്നത്. അപ്പൊ ഞങ്ങള് ഒരുങ്ങി റെഡി ആയിട്ട് വരാം. ഗൈസ്, ഞങ്ങളാണ് ഇവിടെ ഇപ്പൊ ബലൂണൊക്കെ ഊതി ഇങ്ങനെ വെക്കുന്നത്. ഇപ്പൊ ടാസ്ക് ആണ്. ഊതി ഞങ്ങൾ കുഴഞ്ഞു ഗൈസ്. ഞാനും ഏതനുമാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ലയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എല്ലാ ബലൂണും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞേക്കുണ്ട്. ഗായ്സ്, ഇതാണ് ലയയുടെ പപ്പ അയച്ചെടുത്ത കേക്ക്. ഇത് ഇതിന്റെ കൂടെ വന്ന ഗിഫ്റ്റ് ആണ്. ഇത് കുറെ ഹാമ്പറാണ് കേട്ടോ ഗായ്സ്. ഇത് ലയയുടെ കുറെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള, പിന്നെ താഴെ കുറെ ചോക്ലേറ്റ് ഒക്കെ ആയിട്ടുള്ള ബർത്ത്ഡേ ഹാമ്പറാണ് അയച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാർഡൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞൊരു കാർഡുണ്ട്. പിന്നെ സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്, അതൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ്, ജംസ്, പിന്നെ ഈ ഒരു കേക്ക്. ലയയുടെ പപ്പ എവിടെ തന്നൂടെ? ഇതാണ് ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേളിനെ കാണിക്കൂ. വീഡിയോ നമ്മള് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാരും എന്നെ വിഷ് ചെയ്യണം. നന്നായിട്ട് വിഷ് ചെയ്താല് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ പറ്റത്തോളം വീണ്ടും. പിന്നെ ലയയുടെ പപ്പ അയച്ച ഗിഫ്റ്റാണിത്. ഇത് പപ്പ അയച്ചു തന്നെ ഗൾഫിലാണ്. ഇത് പപ്പ അയച്ചു ഗിഫ്റ്റ് ആണ്.
Adrian. ലേ ഒരു ഡാൻസ് കളിക്കാൻ പോണ്. ഡാൻസ് വേറൊന്നുമില്ല, സ്ഥിരം കളിക്കുന്ന ഡാൻസാണ്. മോണിക്കാണ്. അപ്പൊ നമുക്ക് വെക്കാം. ഇന്ന് ലയയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ക്യാരറ്റ് റൈസ് ആണ്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഓരോ ഗ്ലാസ്സിലാക്കി വന്നിട്ടുള്ള ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അച്ഛനും കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കാം. കുടുംബത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളോട് കൂടി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന സ്തുതിക്കുന്ന അങ്ങേക്ക് നന്ദി പറയുന്ന, പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അപ്പച്ചനും ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി അമ്മച്ചിയും മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ മോൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജീവൻ എന്ന വലിയ ദാനം എല്ലാവിധ അവിടുന്ന് ആവത്തങ്ങളെല്ലാം കാത്തു സംരക്ഷിക്കുന്നവരിലായിരുന്നു പപ്പായെയും മമ്മിയെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ആത്മീയവും ഭൗതികമായ എല്ലാ കൃപകളും നൽകി ഇവരെ ആശ്വസിപ്പിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എല്ലാ അവിടുന്നും ആപത്തുകളിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കണമേ യേശുവെ. എല്ലാവരെയും തിരുരക്തത്താൽ കഴുകണമേ യേശുവെ. വിശുദ്ധ പുരുഷന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഇവർക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ അമ്മയെ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൈസ് അങ്ങനെ സെല്ലാൻഡ് പോവുകയാണ് ഗൈസ്. ശരിയല്ലോ. ആ ശരി. അച്ഛനൊന്നും ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ വിചാരിച്ചെന്തോ ഓട്ടോ ആളായിരിക്കും വന്നേന്ന്. പക്ഷെ അച്ഛൻ പറയുന്നത് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ടാ അച്ഛനെ വിളിച്ചിട്ട് വന്നിരുന്നില്ല. പകല് മൊത്തം ഞങ്ങള് പുരോഹിതനും ഞങ്ങള് ഡ്രൈവറും കൂടിയാണ്. ഏതാ ഫുഡൊന്നും കഴിച്ചില്ല. എല്ലാവരും ഇപ്പൊ പോയതേ ഉള്ളൂ. വിശന്നിട്ട് വയ്യ. എങ്ങനെയുണ്ടായിരുന്നു? ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. ചെറിയൊരു പരിപാടിയാണ്. സാധാരണ എല്ലാവരും വിളിക്കുന്നതാണ് പരിപാടിക്ക്. ഈ പ്രാവശ്യം ചുരുക്കി ചെറിയ രീതിയിലാക്കി നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും പിന്നെ ഇവരും വേറെ ആരും. പിന്നെ അച്ഛനാണ് ഗസ്റ്റ് അച്ഛനാണ്. അച്ഛൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഞാൻ ബർത്ത്ഡേ പാർട്ടി വെക്കാതിരുന്നതായിരുന്നു. അച്ഛൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത്രയും ഗംഭീരമാക്കിയത്. ചെറിയ രീതിയിൽ പോകുന്നു വിചാരിച്ച പരിപാടിയായിരുന്നു. ഇപ്പോൾ വലിയ ഗംഭീരമാക്കി. ഹാപ്പിയാണ്. വിശന്നിട്ട് പോയി. ഓക്കെ.
ലയയുടെ ബർത്ത്ഡേ കേക്ക് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. അങ്ങനെ അയലത്തെല്ലാം കൊടുക്കാൻ പോവാണ് കേട്ടോ. ലയയുടെ ഞാൻ ധനിച്ചിട്ട് മാത്രമാണ് പോയി കൊടുക്കാൻ പോകുന്നത്. ആള് കൂടുതലാണ് എല്ലാവരും അതുകൊണ്ട് ശരിയാത്തില്ല. അവർക്ക് കൂടി കൊടു. ശാന്തന സോനിക്ക് അതെ ശിവചേച്ചി എല്ലാരും ഉണ്ടൊക്കെ ഉറങ്ങുന്ന സമയം. പിന്നെ അത് മാത്രല്ല നമ്മള് ഗായ്സ് എല്ലാരും പോയി നമ്മുടെ ലയയുടെ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ അപ്പുറപ്പുറമുള്ള വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല. ഫുഡാണ് നമുക്ക് മുഖ്യം. എല്ലാരും പറഞ്ഞു വിട്ട് സമാധാനത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ധന്യ ചേച്ചി കൊടുത്തിട്ട് വരുന്ന നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. വന്നില്ല ഇതുവരെ. വാച്ച് എവിടെയോ ഞാൻ ഊരി വെച്ചു. ജുവലിന്റെ കണ്ണാടി കാണുന്നില്ലെന്ന് പറഞ്ഞ് കുറെ നേരം അവിടെ നിന്ന് തപ്പുന്നുണ്ട്. ഇനി എന്റെ വാച്ച് എവിടാന്നും പറഞ്ഞു ധന്യ ചേച്ചി കേക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു നിറത്തിലുള്ള വിധേയത്തെല്ലാം നമുക്ക് കേക്ക് കൊടുക്കണം. അപ്പൊ നമ്മള് അത് കൊടുക്കാൻ വേണ്ടി പോകും. ഭയങ്കര ചൂട് ഗൈസ്. എല്ലാരും ഉറങ്ങി ഗൈസ്. എല്ലാരും ഉറങ്ങിയവരെ നമ്മള് ഒരു വിളിച്ചു നോക്കി കേക്ക് കൊടുക്കും. ഇത് കാണിക്കും. അച്ഛൻ വന്ന് പ്രാർത്ഥന എല്ലാം പറഞ്ഞിട്ട് വയ്യായിരുന്നു. അവിടെ അന്നേരം ടാബ് കളിച്ചോണ്ടിരുന്ന ആള് ഇപ്പതാ ജുവലാണ് ഹൈലൈറ്റ്. സൂപ്പർ. ഏതൻ ചവിട്ടേണ്ടത് ജുവല് ചവിട്ടേണ്ടത് ഏതനും കൊണ്ട് കിടക്കുന്നത്. ബെസ്റ്റ്. നല്ല കോംബോ. അങ്ങനെ ചേച്ചി നമ്മളെ വിളിച്ച് ഉണക്കി ഗൈസ്. അങ്ങനെ വന്നിരിക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വന്നായിരുന്നില്ലേ? വണ്ടി 9 മണിയാകാൻ പോകും. ഇവിടുത്തെ ക്ലോക്കിൽ 6 മണി. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഗൈസ് 3 അവസാനം ഗൈസ് അവര് പറഞ്ഞത് ആ പൂച്ച അവരുടെ വീടോട്ട് പോത്തില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു 3 പൂച്ച അതിന് കെട്ടിയിട്ട് കളത്തേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ അവസാനം പിന്നെ കൊടുത്ത് വിറ്റ് ഗൈസ്. ഞാൻ ഈയിടെയായിട്ട് ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. നമുക്ക് ബോറടിക്കരുതല്ലോ. നമ്മുടെ ബ്ലോഗ് കാണുന്നവർക്ക് ബോറടിക്കും. നമുക്ക് അപ്പുറത്ത് അകത്ത് പൊടി നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു. എന്റെ തോന്നലാണ്. ഇതാണ് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ഫുഡ്. ഇവിടെ ആരും ഇല്ല ഗൈസ്. നമ്മൾ ശശിയോ ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. പണ്ട് ധനുശേഷി തയ്ക്കാൻ വരുന്നത് ഈ വീടായിരുന്നു. ഇപ്പം അവരവിടുന്ന് താമസം മാറിപ്പോയെന്ന ധനുശേഷി ഈ വീടാണോ ആ വീടാണോ എന്ന് അറിയില്ല ഗൈസ്. പിള്ളേരൊക്കെ വ്ലോഗ് എടുക്കുന്ന കണ്ടപ്പോ ഓടി ഗൈസ്. സാധാരണ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേര് വ്ലോഗ് എന്നൊക്കെ പറയുമ്പോ ഹായ് ഗൈസ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയുന്ന പിള്ളേര് ഇപ്പം വീഡിയോ എടുത്ത് വന്നപ്പോ ഇവന്മാര് ഇവിടെ ഇരുന്ന് ഫോണിനകത്ത് എന്തുവാ ഫ്രീ ഫയർ കളിച്ചോണ്ടിരുന്ന അവന്മാർ ഇവിടെ ഇരുന്ന്. ഞങ്ങൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോ അവന്മാർ നൈസ് ഇങ്ങോട്ട് വിട്ട് ഇപ്പൊ എല്ലാം കൂടി ടെറസിന്റെ മേളിൽ പോയിരിക്കാം.
ഗായ്സ് നമ്മളെ കേക്ക് അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ ലോകം തെറ്റത്തില്ല ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ലാസ്റ്റ് വീടെന്ന്. ഞാൻ വരും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീടെന്ന്. അത് കണക്കന്നെ ഞാനാണ് കേക്ക് മുറിച്ചത്. എന്റെ കണക്കൂട്ടിൽ തെറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച കണക്കന്നെ വന്ന് നമ്മളെ കേക്ക് എല്ലാവർക്കും തികഞ്ഞു ഗായ്സ്. എല്ലാവർക്കും തികഞ്ഞു. എന്റെ വായിട്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാരും ഇറങ്ങിയൊന്ന് നിൽക്കുന്നു. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തോട്ട് നമ്മൾ അപ്പുറത്തെ റോയിലുള്ള ആളുകൾ. അപ്പം നമ്മൾ കേക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഗായ്സ് അങ്ങനെ നമ്മള് കേക്ക് എല്ലാം കൊടുത്തു വന്നു. അതിന്റെ ഇടയ്ക്ക് ഏതൻ വീണെന്ന് പറഞ്ഞ് പിള്ളേരെന്നെ വന്ന് വിളിച്ച് ഞാനങ്ങനെ ഓടി വന്നു. നമ്മൾ ഫുഡ് ഇതുവരെ കഴിച്ചില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുക. പിന്നെ പോരാത്തതിന് ലേയുടെ തലവട്ടപ്പൻ്റെ വീട് ധനി സിസ്റ്റർ വീടിന് അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് കേക്ക് കൊണ്ട് കൊടുക്കണം. അപ്പം നമ്മള് കേക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഗായ്സ് അങ്ങനെ ഇവിടെ എല്ലാ പരിപാടിയും എല്ലാവരും കഴിഞ്ഞ് അങ്ങനെ അച്ഛനും എല്ലാവരും ഗസ്റ്റ് എല്ലാവരും ഒക്കെ പോയി. ഞങ്ങൾ കുറച്ചേരം ഇരുന്ന് കഴിച്ച് പിന്നെ കുറച്ച് അറിയാമല്ലോ എല്ലാവർക്കും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും അവരവരായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കുറേ സമയം പോയി. ഗായ്സ് ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഭയങ്കര ടയർഡാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ. ബർത്ത്ഡേ പരിപാടി ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു. ഇപ്പൊ മണി 10:30 എല്ലാം ഗംഭീരമായി തീർന്നു. എല്ലാവർക്കും താങ്ക്സ് വന്നതിനും പങ്കെടുത്തതിനും. പോവാൻ സമയമായപ്പോഴാണ് എല്ലാവരുടെയും പ്ലേ ടൈം തുടങ്ങിയത്. ഗൈസ് ഞങ്ങൾ പോവുകയാണ്. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.